കൊള്ളാം കേട്ടോ. ഇതാണ്ടേ ഐ ആം ജൂയിഷ് യു ക്യാൻ ചെക്ക് അങ്ങനത്തേക്കുള്ളതാണ് കേട്ടോ. ഫുള്ള് ഐ ലവ് ജൂയിഷ് ഗേൾസ്. ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. മാഹിൻ ചെയ്ത ഒരു വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. അതായത് പുള്ളിക്കാരൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം. ഇസ്രായേലിലെ ജെട്ടി മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങോട്ട് പേഴ്സണലി കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് ഈ വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ വിവരം കെട്ട ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരാണ് ഈ പറയുന്ന ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിനെതിരെ ഇറങ്ങിയത്. ഓക്കെ, എന്തായാലും നമുക്ക് മാഹിൻ ചെയ്ത ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ായിട്ടുള്ള നമ്മുടെ ഒരു തെല്ലവീവ് നഗരത്തിൽ നിന്ന് വില കുറച്ച് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. ഇവിടെ കണ്ടില്ലേ ഐ ലവ് ജൂയിഷ് ബോയ്സ്, ഐ ആം ജൂയിഷ് യു ക്യാൻ ചെക്ക്. കൊള്ളാം കേട്ടോ. ഇതാണ്ടേ ഐ ആം ജൂയിഷ് യു ക്യാൻ ചെക്ക് അങ്ങനത്തേക്കുള്ളതാണ് കേട്ടോ. ഫുള്ള് ഐ ലവ് ജൂയിഷ് ഗേൾസ്. ഇവരെല്ലാം തന്നെ രാവിലെ അവരുടെ കടകൾ തുറക്കുന്നതിന്റെ തിരക്കിലാണ്. ആരും ഇതുവരെക്കാട്ടും തുറന്നിട്ടില്ല കേട്ടോ. എല്ലാരും എന്താ നോ ഇംഗ്ലീഷ്. അപ്പോൾ ഇതായിരുന്നു ആ ഒരു വീഡിയോ. ഇതിനകത്ത് മാഹിൻ പറയുന്നുണ്ട് വില കുറച്ച് ഡ്രസ്സുകൾ കിട്ടുന്നതിന്റെ ആ ഒരു സ്ഥലത്തെ പറ്റിയിട്ടും അതിന്റെ ഡീറ്റെയിൽസും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് ഒരു ഇസ്രായേലിൽ നിന്നൊരു ലേഡി വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ട്, അതായത് ഒരു സ്ത്രീക്ക് എത്രത്തോളം തരം താഴാൻ പറ്റുമോ അത്രയെല്ലാം രീതിയിൽ വന്നിരുന്നിട്ട് ഈ പറയുന്ന പയ്യനെ ഒരുപാട് തെറി വിളിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആ ചീത്തവിളിയും കാര്യങ്ങളൊന്നും ഞാനിവിടെ വയ്ക്കുന്നില്ല. കാര്യം ഇവർ മാഹീനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ കർണം അടിച്ച് പൊളിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഓക്കെ, എന്തായാലും ഞാൻ അതിന്റെ ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ വെക്കാം. ആ മാഹീൻ ചെറ്റ ലൈവ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഊളയ്ക്കുണ്ടായവനെ അവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇട്ട് കൊടുക്ക. ആ ഊളയോട് നിന്റെ ലൈവ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പന്നവനോട് പറഞ്ഞേരെ. ഞാൻ സത്യത്തിൽ അവനെ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രദേശത്ത് വല്ലതും യെരുശലേമിൽ എവിടെ കണ്ടാലും അവന്റെ കാരണം ഞാൻ അടിച്ച് പൊളിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്നത്തെ കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതായിരുന്നു. ഇവിടെ ഞാൻ അവനെ കാത്തിരുന്നതായിരുന്നു. പക്ഷെ ആ പന്ന നാറി ഇവിടെ വന്നില്ല. വരുന്നതിന് മുമ്പേ പണി കിട്ടിക്കാണും അവനെവിടെയെങ്കിലും. അതുകൊണ്ട് അവനിവിടെ വരാത്തത്. അവൻ നാട്ടിലിരുന്നുകൊണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? അവൻ നാട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞത് ആരും KFC കഴിക്കരുത്. KFC കഴിച്ചു കഴിഞ്ഞാൽ ജൂതന്മാർക്ക് അതിന് ഷെയർ പോകും. എടാ, ജൂതന്മാർക്ക് ഷെയർ പോകുമ്പോൾ KFC കഴിക്കരുതെന്ന് നീ പറഞ്ഞവൻ, നീ ഇസ്രായേലിൽ ടൂറിസ്റ്റ് വിസ എടുത്ത് വന്നാൽ അതിന്റെ ഷെയർ ആര് കൊണ്ടുപോകും? ഓക്കെ, സംഭവം കണ്ടല്ലോ. ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന മുസ്ലിംസ് സ്വർണം കടത്തുന്നതിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള വേറെ കുറെ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന സ്ത്രീ സംസാരിക്കുന്നത്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വേറെ ഒരുപാട് ആൾക്കാർ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ പേര് റീന ഫ്രാൻസിസ് എന്നങ്ങാണ്ടാണ്. ഇവരുടെ ചാനൽ തപ്പി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം എന്തായാലും ഇന്നലെ മാഹിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മാഹിൻ ഇതിനൊരു റിപ്ലൈ വീഡിയോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു സ്ത്രീയുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ അവൻ അവൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ മറുപടി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും. ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എൻ്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഈ വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് വിവരം കെട്ട ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഉള്ളൊരു കറക്റ്റ് മറുപടിയാണ്. കാര്യം അവരുടെയൊക്കെ സ്ഥലത്ത് പോയി നിന്നിട്ട് ഇതുപോലെ വന്ന് നിന്ന് വെല്ലുവിളിക്കണം. നീയൊക്കെ ചുണ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് കാണിക്കടാന്നും പറഞ്ഞു. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. നമ്മുടെ ധ്രുവരാത്തിയൊക്കെ ചെയ്തൊരു സംഭവം നിങ്ങൾക്കറിയാമല്ലോ. ധ്രുവരാത്തി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്തോ മലമറിക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ നാട്ടിൽ വന്നിട്ട് ഒരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യം കാണിച്ചത് ഭയങ്കരമായിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് ഈ മാഹീൻ എന്താണ് ചെയ്തത്? എവിടെ പോയതാണ്. പിന്നെ ഇത് കണ്ടിട്ട് ഇതിന്റെ പേരിൽ തിരിച്ച് അവിടെ തന്നെ വന്നിട്ട് അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ എടുത്തിട്ട് എന്നിട്ട് ഇവരെ വെല്ലുവിളിച്ചിട്ട് പോലും ഇവർ ആ പരിസരത്ത് പോലും വന്നിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ പറയുന്ന VK ബൈജു എന്ന് പറയുന്ന ഒരു നാറിയെ പറ്റി നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് വട്ടം സംസാരിച്ചിട്ടുണ്ട്. കാര്യം വന്നിരുന്ന് വർഗീയത പറയുക, മുസ്ലിംസുകാരെല്ലാവരും വേറെ മോശക്കാരാണ് എന്നൊക്കെയുള്ള രീതിയിൽ വന്ന് ഒരു ജാതിയെ വളരെ മോശമായിട്ട് വന്നിരുന്ന് ചിത്രീകരിക്കുന്ന ഒരുത്തനാണ് ഈ VK ബൈജു പോലുള്ള പല ആൾക്കാരും. ഈ അതിനകത്ത് പെടുന്നതാണ് ഈ പറയുന്ന ഒരു സ്ത്രീയും. ഇവരെ ഞാൻ ഈ അടുത്താണ് കാണുന്നത്. അപ്പൊ അത്
കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇവരെല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഇത്തരത്തിലുള്ള വിവരദോഷികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കമന്റിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വിവരദോഷികളുണ്ട്. അതായത് ഇവർക്കൊക്കെ ഫേസ് കാണിച്ചൊന്ന് വീഡിയോ ചെയ്യാനായിട്ട് മടിയായിരിക്കും, കാര്യം ചീത്തവിളി ഒന്നും താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ കമന്റിലൂടെ പോയിട്ട് ഇത്തരം വിവരദോഷികളെ പോയി സപ്പോർട്ട് ചെയ്യും. എന്നാലും ഈ പറയുന്ന റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ അവിടെ ചെല്ലാനായിട്ട് പറ്റിയില്ല, എന്തോ എനിക്ക് ഇവിടെ നിന്ന് 20 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ടോ, എന്തൊക്കെയോ ഒരു ഡയലോഗ് അടിച്ച് ഇവരൊരു വീഡിയോ ഇടുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കൊണ്ടുപോകാം. ഞാൻ പോകാൻ തയ്യാറാ, അവൻ ലൈവ് ഇടാൻ പറ. എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് എരുശലേമും അവൻ വിലാമതിന്റെ അടുക്കലും ആ പരിസരത്ത് പോകാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കൂടുതൽ പോയ 20 മിനിറ്റ് മതി, ഓട്ടോ പിടിച്ച് ടാക്സി പിടിച്ച് പോകാനാണെങ്കിൽ. കാരണം ആ സമയത്ത് ചിലപ്പോൾ ലൈവ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുങ്ങാതെ കൊള്ളാതെ നിൽക്കുകയായിരിക്കും. പെട്ടെന്നൊരു ഉടുപ്പെടുത്തിടുക, മുടിയൊന്ന് റെഡിയാക്കുക, വണ്ടി പിടിക്കുക, സ്ഥലം അവിടേക്ക് നേരെ ചെല്ലുക, അത്രയും മതി എനിക്ക് ടൈം. ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വന്നിരുന്ന് താളം അടിക്കരുത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതേ നമ്മൾ വന്നിരുന്ന് പറയാവും. കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും, അങ്ങ് മറിയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്പോട്ടിൽ പോയിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ വെല്ലുവിളിച്ചിട്ടൊരു വീഡിയോ ഇടാൻ എന്താ? ഇത് നിങ്ങളിപ്പോൾ എവിടെ നിന്നിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത്? ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ലിറ്ററലി പബ്ലിസിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങൾ വന്നിരുന്ന് കാണിക്കുന്നത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അല്ലാതെ ഈ നാട് നന്നാക്കാനോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഉള്ള വ്യക്തിവൈരാഗ്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. ലിറ്ററലി പബ്ലിസിറ്റി തന്നെ, വേറെ ഒന്നുമല്ല. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ VK ബൈജു പോലുള്ള ആൾക്കാർ ഈ മതത്തിന്റെ പേരും പറഞ്ഞ് അത് വിറ്റ് കാശാക്കുവാണ്. കാര്യം അവർക്ക് വേറെ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാൻ അറിയത്തില്ല. ആകെപ്പാടെ അറിയാവുന്ന ഇത്തരം കുറെ മണ്ടത്തരങ്ങളാണ്. ഇതിൽ വാക്കിടെ കാണാം. അവനെ ലൈവ് വരാൻ പറയടാ. നിങ്ങളൊക്കെ പോയി അവൻ റീലിട്ട് കളിക്കുമ്പം നിങ്ങളൊക്കെ പോയി അവന് റീലിട്ട് കളിക്കുന്ന സമയത്ത് അവനെ എതിർട്ട് കൊടുക്കാതെ അവനോട് പറയാതെ അന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വരാനല്ലേ പറഞ്ഞത്, നീ റീലിടാതെ ലൈവ് ഇടാന്ന് പറ. അവനെ ചെന്ന് വിലാവ് മതിലിന്റെ അവിടെ 3 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് കുഞ്ഞിന്. 3 മണിക്കൂറിൽ എനിക്ക് വേണ്ടിയിട്ട് അവർ റീലെടുത്തവൻ എനിക്ക് വേണ്ടിയിട്ട് എന്താ ഒരു ലൈവ് എടുക്കാത്ത? അത്രയ്ക്കും ചെറ്റയാ, അത്രയ്ക്കും പേടിത്തൊണ്ടനാ. മനസ്സിലായോ? എനിക്ക് വേണ്ടി റീലെടുത്തവൻ എനിക്ക് വേണ്ടി എന്താ ലൈവ് എടുക്കാൻ? അവൻ എന്തിനു ലൈവ് എടുക്കണം? നിങ്ങൾ ആരാണ്? നിങ്ങളാണ് അവന്റെ വീഡിയോ കണ്ടിട്ട് കുരു പൊട്ടി അവനെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് വീഡിയോ ഇട്ടത്. അവൻ എന്തോ ചെയ്തത്? അവൻ അവിടെ തന്നെ വന്ന് നിന്നിട്ട് നിങ്ങളുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ട് അവൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന്. നിങ്ങൾക്ക് പോകാൻ ധൈര്യം ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ പോകണമായിരുന്നു. അല്ല ചുമ്മാ വന്നിരുന്ന് ഇങ്ങനെ താളം അടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിവരദോഷികളെ ഒന്നും കഴിവതും സപ്പോർട്ട് ചെയ്യാനോ എടുക്കാനോ പോകരുത്. അതായത് ഇവരുടെ വീഡിയോ പോലും കാണാനായിട്ട് നിൽക്കരുത്. കാര്യം ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു വർഗീയതയും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻസും ഇതൊക്കെയാണ് ഇവർ ഈ പറയുന്ന വീഡിയോയിലൂടെ ഒക്കെ വന്ന് കാണിക്കുന്നത്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.